ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുഞ്ഞ് വലിയ ട്രിപ്പ് പോവാണ്. വിൽനിയസിൽ നിന്നും എസ്റ്റോണിയയുടെ ക്യാപിറ്റലായിട്ടുള്ള ടാലിനിലേക്ക്. സാറ, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഓൾറെഡി ടാലിൻ എത്തി കേട്ടോ. നമുക്ക് വിൽനിയസിന് രാത്രി ഏകദേശം ഒരു 11 മണിക്കായിരുന്നു ബസ്. ആ പോകുന്ന ഫ്ലിക്സ് ബസ്സിലാണ് കേട്ടോ നമ്മളിവിടേക്ക് വന്നത്. ബസ് ഇറങ്ങി നമ്മൾ നേരെ വെച്ച് പിടിച്ചത് പിരിറ്റ എന്ന് പറയുന്ന ബീച്ചിലേക്കാണ് കേട്ടോ. സമയം രാവിലെ 9 മണി. കണ്ടാൽ പറയില്ല അല്ലേ. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് നടക്കുകയായി. ബീച്ചിനോട് അടുക്കും തോറും കാറ്റിൻ്റെ ശക്തി കൂടി വന്നു, തണുപ്പും കൂടി വന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നപ്പോഴത്തേക്കും എല്ലാവരും തണുത്ത് വിറയ്ക്കാൻ തുടങ്ങിയതോടെ നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ക്യാബ് എടുത്ത് ടാലിൻ ഓൾഡ് ടൗണിലേക്കാണ് കേട്ടോ പോയത്. ഈ ഓൾഡ് ടൗണിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്നറിയോ, നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും ഏതെങ്കിലുമൊക്കെ ഒരു ചർച്ച് കാണാൻ പറ്റും. അങ്ങനെ ഒരു ചർച്ചിൻ്റെ സൈഡിലാണ് കേട്ടോ ഈ ഒരു ഐസ് സ്കേറ്റിംഗ് നടക്കുന്നത്. ചെറിയ കുട്ടികൾ തുടങ്ങിയിട്ട് അത്യാവശ്യം പ്രായമുള്ള അപ്പച്ചന്മാർ വരെ ചെയ്യുന്നുണ്ട്. വീഴും എഴുന്നേൽക്കും. കാണാൻ നല്ല രസമുണ്ട് എന്തായാലും. അവിടെ നിന്ന് ഐസ് സ്കേറ്റിംഗ് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ഇന്ത്യൻ ഫ്ലാഗ് കണ്ണിൽ പെട്ടത്. ഇത് ശരിക്കും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾഡ് ടൗണിൻ്റെ തന്നെ കുറച്ചും കൂടെ ഹാപ്പനിങ് ആയിട്ടുള്ള വേറെ ഒരു ഏരിയയിലേക്ക് വന്നു കേട്ടോ. ടോയ് ട്രെയിനൊക്കെ പോകുന്നുണ്ടോ. ഇതിനകത്തുള്ള ഈ കുതിരകളെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ആ ഭംഗി ആസ്വദിച്ചിട്ട് തന്നെ സാറ പറഞ്ഞു എനിക്ക് കുതിര സവാരിക്ക് പോകണമെന്ന്. ഈ കൂട്ടത്തിൽ സാറയുണ്ട് കേട്ടോ, പിങ്ക് ജാക്കറ്റൊക്കെ ഇട്ട്. രാത്രിയിൽ ഒന്നും കൂടെ നമ്മൾ ഓൾഡ് ടൗണിൻ്റെ ഭംഗി കാണാൻ വേണ്ടി പോയായിരുന്നു കേട്ടോ. ഇതൊരു ചർച്ചാണേ. ഇത് ശരിക്കും ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാലിൻ ഓൾഡ് ടൗൺ ഏകദേശം നന്നായിട്ട് ഫുള്ളായിട്ട് കാണാം. ഓൾഡ് ടൗൺ മാത്രമല്ല, ന്യൂ ടൗണിൻ്റെയും ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ. നല്ല രസമുണ്ട്. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ ഒരു ദിവസത്തെ കറക്കമൊക്കെ മതിയാക്കി നമ്മൾ ബുക്ക് ചെയ്തായിരുന്ന സ്റ്റേയിലേക്ക് തിരിച്ച് വന്നു. ഇവിടെ ഇങ്ങനൊരു പ്ലേ ഏരിയ ഉണ്ട്. എല്ലാവർക്കും കൂടി ഇരുന്ന് സംസാരിക്കാനും പിന്നെ അത്യാവശ്യം കാർഡും അങ്ങനെയുള്ള കുറച്ച് ഗെയിംസും കാര്യങ്ങളുടെ എല്ലാം സെറ്റപ്പെല്ലാം ഇവിടെ തന്നെയുണ്ട്. സാറ പാമ്പും കോണിയൊക്കെ തന്നെ കളിക്കുകയായിരുന്നു. ഇപ്പം തന്നെ ഇത് കൊണ്ടുവയ്ക്കും, അത് കഴിഞ്ഞിട്ട് അടുത്തത് എടുത്തിട്ട് വരും. അങ്ങനെ ഒരുപാട് ഗെയിംസിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നീട് നെക്സ്റ്റ് ഡേ ഏകദേശം ഒരു 12 മണി ആ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മൾ ടാലിൻ സൂ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കാണേ. ഇതാണ് സൂവിൻ്റെ എൻട്രൻസ്. ടാലിനിൽ ഈ സൂ വിസിറ്റ് ചെയ്യാൻ വേണ്ടി അഡൾട്ട്സിന് അറൗണ്ട് 8.5 യൂറോസും 4 പേരടങ്ങുന്ന ഫാമിലിക്ക് 21 യൂറോസുമാണ് കേട്ടോ എൻട്രൻസ് ഫീ ആയിട്ട് വരിക. ഇപ്പോൾ ഇവിടം കണ്ട ഏകദേശം രാവിലെ ഒരു 7 മണി ആയിന്നല്ലേ തോന്നുന്നു. ഉച്ചയ്ക്ക് 12:30 ആയിന്നൊന്നും തോന്നുന്നേ ഇല്ല കേട്ടോ എനിക്ക്. അതേപോലെ തന്നെ സമ്മർ ഇൻ ബത്ലഹേം സിനിമയിലെ ഏതൊക്കെയോ വിഷ്വൽസ് ഒക്കെയാണ് എൻ്റെ മൈൻഡിലേക്ക് വന്നിട്ടോ ഇവിടേക്ക് എത്തിയപ്പോൾ.
ഇവിടെ എത്തിയിട്ട് നമ്മൾ ആദ്യം തന്നെ വിസിറ്റ് ചെയ്യാൻ പോയത് ഈ 2 പോളാർ ബിയേഴ്സിനെയാണ് കേട്ടോ. ഇയാള് എന്തോ ഒരു പ്രത്യേക ഇനം പീക്കോക്കാണേ. ഇവിടെ നോക്ക്, ഈ ആടുകളുടെ ഫുഡാണ് കേട്ടോ ഈ ക്രിസ്മസ് ട്രീ. നമ്മുടെ നാട്ടിൽ പ്ലാവിലൊക്കെ കഴിക്കില്ലേ, അതുപോലെ ഇവിടെ ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ ഇവർ കഴിക്കുന്നത്. ഇവിടെ ഈ മങ്കീസ് അത്യാവശ്യം എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു. കാര്യം ഇവർ ഓറഞ്ചസും ആപ്പിൾസും ബ്ലൂബെറീസ് ഒക്കെയാണ് കേട്ടോ കഴിക്കുന്നത്. നല്ല ഭംഗിയുള്ള പാരറ്റ്സ് അല്ലേ കാണാൻ. ഇതിനകത്തൊരു പച്ച പരിഷ്കാരി ഒളിഞ്ഞിരിക്കുന്നുണ്ട്, കണ്ടോ? ദാ മഞ്ഞത്തവള. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ബ്ലൂ കളറിലെ തവളയൊക്കെ കാണുന്നത്. കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഗൊറില്ലാസ് അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. ഈ ജീവിൻ്റെ പേരെന്തെന്നാന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ കാണാൻ ഭയങ്കര ക്യൂട്ടാണേ. ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ ഒരു ജംഗിൾ ബുക്ക് വായിക്കുന്നതോ കാണുന്നതോ ഒക്കെ ആയിട്ടുള്ളൊരു ഫീലായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ വാഴ കാണുന്നത്, അതും കൊലച്ച് നിൽക്കുന്ന വാഴ. ഉച്ചയ്ക്ക് ശേഷം 3 മണിയായപ്പോഴത്തേക്കും സൂര്യപ്രകാശമൊക്കെ മെല്ലെ താഴ്ന്നു തുടങ്ങി. ദാ ആ നടന്നു പോകുന്ന ഒരു കടുവ കുട്ടനാണേ. ഇത് നോക്ക്, ചെന്നായ്ക്കളാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത്. ഇദ്ദേഹത്തെ കണ്ട ശരിക്കും ഒരു അണ്ണാൻ കുഞ്ഞാണെന്നല്ലേ തോന്നത്തുള്ളൂ, പക്ഷെ അല്ല കേട്ടോ, ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഇതൊരു എലിയാണ്. ഈ ഒരു സൂവിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ജീവികളും ഒറിജിനലി എങ്ങനെയാണോ ജീവിച്ചിരുന്നത് ഏകദേശം ആ സെയിം ഒരു ലിവിങ് അറ്റ്മോസ്ഫിയർ അവർക്ക് വേണ്ടി ഒരുക്കാൻ ഈ സൂവിലുള്ള ആളുകൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു സൂ വിസിറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടമാവും. അങ്ങനെ നമ്മുടെ ടാലൻ ട്രിപ്പ് അവിടെ അവസാനിച്ചു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.